എല്ലാവർക്കും നമസ്കാരം. നമുക്കിതൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ? കുക്കർ തയ്യാറാക്കാവുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ടൊമാറ്റോ റൈസ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 തക്കാളി മീഡിയം സൈസിലരിഞ്ഞത്, 2 കപ്പ് ബസ്മതി റൈസ്, ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി പൊടിയായിട്ടരിഞ്ഞത് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ബട്ടർ, പിന്നെ സ്പൈസസ്. ഇവിടെ കാണുന്ന ഈ പച്ച നിറത്തിൽ നീളത്തിലിരിക്കുന്ന ഇല രംഭ എന്ന് പറഞ്ഞൊരു ഇലയാണ്. ബിരിയാണിയുടെ മണമാണ് അതിന്. എണ്ണയിലിട്ട് വഴറ്റി കഴിയുമ്പോൾ നല്ല ബിരിയാണിയുടെ മണം വരും. എൻ്റെ കയ്യിൽ അതുള്ളതുകൊണ്ട് ഞാൻ എടുത്തുന്നുള്ളൂ. അതെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാം. ആദ്യം തന്നെ കുക്കർ അടുപ്പിൽ വെച്ച് ബട്ടർ ഇട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ബട്ടർ ഉരുക്കി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് സ്പൈസസ് ഇട്ട് മൂപ്പിക്കാം. സ്പൈസസ് ഇട്ട് മൂപ്പിച്ച ആ മണമൊക്കെ അങ്ങ് വന്ന് തുടങ്ങുമ്പം അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് സവോള ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് വാടി തുടങ്ങിയാൽ മതി. സവോള വാടി തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പുപൊടി ഇട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഇനി തക്കാളി ചെറുതായിട്ടൊന്ന് വേകണം. അതിനുവേണ്ടി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. തക്കാളി ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം മാറി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ അത് കുതിർത്ത് വെച്ച അരിയൊന്നുമല്ല, കഴുകി വാരി എടുത്തതേ ഉള്ളൂ. അരിയൊന്ന് ഈ മസാലയായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിന് 3.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ വെള്ളവും ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് വയ്ക്കാം. 2 വിസിൽ പോയാൽ മതി. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഗ്യാസൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നോക്കൂ, നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഏതെങ്കിലും ഒരു റൈത്തയ്ക്കൊപ്പം സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.